ഹലോ, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ലാസ്റ്റത്തെ വീഡിയോ എന്ന് പറയുന്നത് ചാരുവിൻ്റെ കണ്ണ് എഴുതുന്ന വീഡിയോ ആയിരുന്നു. ചാരുവിന് യൂസ് ചെയ്യുന്ന കാജൽ, പിന്നെ ഏത് ബ്രഷ് വെച്ചിട്ടാണ് കണ്ണ് എഴുതുന്നത്, അതൊക്കെയായിരുന്നു നമ്മുടെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചാരുവിന് ഞാൻ ഇപ്പോൾ അവൾക്ക് 1 ഇയർ ആയല്ലോ, അപ്പം ആ ഒരു വയസ്സ് വരെ നമ്മൾ ചാരുവിന് യൂസ് ചെയ്തിട്ടുള്ള ക്രീം, ഓയില്, ബേബി സോപ്പ്, പിന്നെ കുഞ്ഞുങ്ങൾക്ക് സേഫ് ആയിട്ടുള്ള ബേബി പ്രൊഡക്ട്സ് ഏതൊക്കെയാണ് അതിനെ പറ്റിയിട്ടൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. നമ്മുടെ ചാരുവിൻ്റെ വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ റീസെൻ്റ് ആയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് കുറച്ച് പേര് മെസ്സേജ് അയച്ച് ചോദിച്ചു, ചേച്ചി കുഞ്ഞിനെ ഏത് ക്രീമാണ് യൂസ് ചെയ്യുന്നത്, ഏത് ഓയിലാണ് കുഞ്ഞിന് യൂസ് ആക്കുന്നത്, പിന്നെ ബോഡി ലോഷൻ ഏതാ, ഫേസ് ക്രീം ഏതാ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ എനിക്ക് തോന്നി എനിക്കറിയുന്ന ഇത്തിരി അറിവ് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ചാരുവിന് 28 കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവളെ മഞ്ഞൾ തേച്ചാണ് കുളിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ മഞ്ഞൾ നമ്മൾ മറ്റേ തേങ്ങാപ്പാലിൽ മിക്സ് ചെയ്തിട്ടാണ് തേച്ച് ഒരു അരമണിക്കൂറോളം അവളെ മേത്തൊക്കെ തേച്ച് കിടത്തും. പിന്നെ തലയിൽ നമ്മൾ ഇന്നേ വരെ വേറെ കാച്ചിയ എണ്ണ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. പാരച്യൂട്ടിൻ്റെ എണ്ണ അല്ലെങ്കിൽ വെർജിൻ കോക്കനട്ട് ഓയിൽ, ഇത് രണ്ടിലേതെങ്കിലും ഒന്നാണ് നമ്മൾ യൂസ് ചെയ്യുക. ഇപ്പോൾ ഈ റീസെൻറ്റ് ഡേയ്സ് ആയിട്ടാണ് ഞാൻ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യുന്നത്, വെർജിൻ കോക്കനട്ട് ഓയിൽ. അതിന് മുന്നേ പാരച്യൂട്ടായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അവൾക്ക് അതുമായിട്ട് റിയാക്ഷൻസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ. അപ്പോൾ ഈ മഞ്ഞൾ തേച്ചിട്ടാണ് അവളെ കുളിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പം അത് കഴിയുമ്പോഴത്തേനും, കുളി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കിനും അവളുടെ ബോഡി സ്കിൻ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഡ്രൈയും അല്ല, ഭയങ്കരമായിട്ട് സോഫ്റ്റും അല്ല, അങ്ങനത്തെ ഒരു സ്കിൻ ടൈപ്പാണ്. അപ്പം കുളി കഴിഞ്ഞ് വന്നാലും അവളുടെ ഓയിലി ആവാറില്ല, അധികം അധികം ഡ്രൈയും ആവാറില്ല. അപ്പം ഞാൻ അവൾക്ക് ബോഡിയിലും ഫേസിലുമായിട്ട് അങ്ങനെ ക്രീമോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്തില്ല. പിന്നെ അങ്ങോട്ട് 3 മാസമൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഹിമാലയയുടെ ബേബി ക്രീം യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ബേബി ക്രീം അല്ല, ബേബി ലോഷൻ യൂസ് ചെയ്യാൻ തുടങ്ങി. എല്ലാവരും പറഞ്ഞു ലോഷനൊക്കെ യൂസ് ചെയ്യണം, എന്നാലും കുഞ്ഞിന് നല്ല മണമൊക്കെ കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേനും നമ്മൾ ഫോഴ്സ്ഡായി. അപ്പം ഞാനത് യൂസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ സെബാമിഡ് യൂസ് ചെയ്തു. സെബാമിഡ് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ അഫോർഡബിൾ അല്ല എല്ലാവർക്കും. പിന്നെ അതുമല്ല, നമ്മൾ ഒരു ചെറിയ ടിന്നിന് തന്നെ അത് 500 റുപ്പീസ് എന്തോ ആണ് കോസ്റ്റ് വരുന്നത്. അപ്പം നമ്മൾ സെബാമിഡും എന്തായാലും 2 നേരം കുഞ്ഞുങ്ങളെ കുളിപ്പിക്കും, 2 നേരവും നമ്മൾ അവരുടെ ബോഡിയിൽ ഈ ക്രീം യൂസ് ചെയ്യുമ്പോൾ നമുക്കത്, എനിക്ക് തോന്നുന്നു 1 മാസം പോലും നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ഞാൻ സ്വിച്ച് ചെയ്തു. പിന്നെ ഞാൻ പറഞ്ഞില്ല, അവൾക്ക് അധികം ഡ്രൈ ആയിട്ടുള്ള സ്കിൻ ടൈപ്പ് ഒന്നും അല്ല, അവൾക്ക് എന്നും ഡെയിലി ലോഷൻ യൂസ് ചെയ്യണമെന്നോ അങ്ങനെ മാൻഡേറ്ററി ഒന്നും അല്ല. പിന്നെ ഞാനൊരു 6 മാസം കഴിഞ്ഞപ്പോൾ തൊട്ട് അവൾക്ക് ഈ മഞ്ഞൾ തേച്ച് കുളിപ്പിക്കുന്നത് ഞാനങ്ങ് നിർത്തി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിക്കാരിനെ നമ്മൾ മഞ്ഞൾ തേപ്പിച്ച് കിടത്തുമ്പോഴത്തേക്കിനും ഇവൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ, നമ്മൾ കയ്യിലൊക്കെ തേച്ച് കൊടുക്കുമല്ലോ, അതൊക്കെ വായിലൊക്കെ ആക്കിയിട്ട് അവള് അത് കഴിക്കുകയും അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ, വേറെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല, വായിൽ പോകുന്ന പേടിച്ചിട്ട് ഞാൻ അതങ്ങ് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയത് ജോൺസൺ ആൻഡ് ജോൺസന്റെ ബേബി ലോഷനാണ്. അതായത് ബോഡി ലോഷൻ ഇല്ലേ, ഫേസിൽ അപ്ലൈ ചെയ്യാറില്ല ഞാൻ, ബോഡിയിൽ. കുറച്ച് കഴിഞ്ഞപ്പോൾ തൊട്ട് പിന്നെ ചാരു വന്നിട്ടുണ്ട്, ചാരു വഴക്ക് തുടങ്ങി. അപ്പൊ ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ ജോൺസൺ ആൻഡ് ജോൺസന്റെ ലോഷൻ. ജോൺസൺ ആൻഡ് ജോൺസന്റെ ലോഷൻ ഇതാണ് ഞാൻ അവൾക്ക് ഇതാണ് ഞാൻ അവൾക്ക് അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത് ബോഡിയിൽ ഫുള്ള്. ഫേസിൽ ഞാൻ അപ്പോഴും ക്രീം ഒന്നും യൂസ് ചെയ്യാറുണ്ടായിരുന്നില്ല. ജോൺസൺ ആൻഡ് ജോൺസന്റെ ബേബി ലോഷൻ ഇത് കഴിഞ്ഞിട്ടോ നമ്മൾ കഴിയുമ്പോൾ എനിക്കിതൊരു 2 മാസത്തോളം എനിക്ക് യൂസ് ചെയ്യാൻ പറ്റാറുണ്ട്. ഈ സാധനം 200 ml ബോട്ടിലാണ് ഇത്. പീഡിയാട്രീഷ്യൻ ടെസ്റ്റഡ് ഒക്കെയാണ്. കുഴപ്പം ഇവൾക്ക് ഇത് യൂസ് ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങൾ, ഇത് മിൽക്കാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്, പാരബൻ ഫ്രീ ആണ്. പിന്നെ ഇതിന്റെ വേറെ ഫ്ലേവറും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ മാർക്കറ്റിൽ. അപ്പം ഞാനിത് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്, ആ ടൈമിലും ഞാൻ ഫേസിൽ വേറെ ക്രീമോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്തുകൊണ്ടിരുന്നില്ല. പിന്നെ ഞാനിങ്ങനെ നോക്കിയപ്പോഴാണ് മമഅർത്തിന്റെ ക്രീമിനെ പറ്റിയിട്ട് എനിക്ക് നല്ലൊരു റിവ്യൂ കിട്ടിയത്, ഫേസ് ക്രീം. അപ്പോഴും ഞാൻ ബോഡിയിൽ ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്, ബോഡി ലോഷനായിട്ട് ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഫേസ് ക്രീം ആയിട്ട് യൂസ് ചെയ്യുന്നത് മമഅർത്തിന്റെ, അത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് മമഅർത്തിന്റെ. ഇത്
ഇതിലേ നമ്മുടെ മിൽക്കും ബട്ടറും ഒക്കെ ആഡ് ചെയ്തിട്ടുള്ളത് നല്ല ക്രീമാണ് കേട്ടോ. ഇതും പ്രത്യേകിച്ച് മണം കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഭയങ്കര ഓയിലി ആക്കി വെക്കും അവരുടെ ഫേസ്. പിന്നെ അപ്പം അതാണ് അവളുടെ സ്കിൻ കെയർ എന്ന് പറയാനായിട്ട്. ഇതാണ് ഈ ജോൺസൺ ആൻഡ് ജോൺസന്റെ ബോഡി ലോഷനാണ് ഇപ്പോൾ കറന്റ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് ഇതാണ് കേട്ടോ, ഈ ക്രീമാണ്. പിന്നെ ഞാൻ പറയട്ടെ, ഇപ്പം ചാരുവിൻ്റെ ബോഡി അങ്ങനെ അലർജിക് ആയിട്ടുള്ള ഒരു ബോഡി ഒന്നുമല്ല. ഇപ്പം എന്ത് യൂസ് ചെയ്താലും അലർജി കാണിക്കോ റിയാക്ഷൻ കാണിക്കോ അങ്ങനത്തെ ബോഡിയൊന്നുമല്ല. പക്ഷെ അങ്ങനെ ആവണം എന്നില്ല മറ്റു കുഞ്ഞുങ്ങളുടേതും. ഇപ്പം ഞാൻ എൻ്റെ കുഞ്ഞിന് ഇതാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ട് ഇതല്ല ബെറ്റർ ഓപ്ഷൻ എന്നല്ല ഞാൻ ഒരിക്കലും പറയുന്നത്. നിങ്ങളുടെ ബേബീസിന് ഏതാണോ അഡിക്വേറ്റ് ആയിട്ടുള്ളത് നിങ്ങൾക്കാണ് അറിയുക. അപ്പോൾ അവർക്ക് നല്ലതായതാണോ അത് യൂസ് ചെയ്യുക. അതല്ലാതെ ഞാൻ പറയുന്നത് കേട്ടിട്ട് അത് യൂസ് ചെയ്യണം എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. ഒപ്പീനിയൻ ചോദിക്കുന്നവരോടാണ് ഇത് നല്ലതാണ്, അതായത് ഇത് യൂസ് ചെയ്തിട്ട് അവൾക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഓയിലിൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ പാരച്യൂട്ടാണ് നമ്മൾ തലയിൽ തേച്ച് കൊടുക്കുക. പിന്നെ ഞാൻ ഇവൾക്ക് മിക്ക ദിവസങ്ങളും ഞാൻ കാജൽ അപ്ലൈ ചെയ്യാറുണ്ട് പിരികത്തിലും കണ്ണിലും. അപ്പോൾ നമ്മൾ കുളിപ്പിക്കുന്ന സമയത്ത് ഈ ഓയിൽ ഞാൻ യൂസ് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ ഓയിൽ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ ഈ പിരികത്തിലും കണ്ണിൻ്റെ ഇവിടെയൊക്കെ അപ്ലൈ ചെയ്യും. അപ്പോൾ അത് ഫേസിലും ഓട്ടോമാറ്റിക്കലി ആവും. അപ്പോൾ പിന്നെ അതാണ് ഞാൻ യൂസ് ചെയ്യുക. അപ്പം നമ്മുടെ കാജൽ നല്ലപോലെ പൊക്കോളും. കുറേ പേര് പറഞ്ഞു പൗഡർ യൂസ് ചെയ്യുന്നുണ്ടോ, ഞങ്ങൾ കാജൽ യൂസ് ചെയ്തിട്ട് പോകാൻ പാടാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പം ഇങ്ങനെ ചെയ്താൽ മതി. നിങ്ങൾ എണ്ണ തേക്കുമല്ലോ, തലയിൽ എണ്ണ തേക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ പിരികത്തിൽ ഇച്ചിരി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് പെട്ടെന്ന് പൊക്കോളും. പിന്നെ സോപ്പിൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഞാൻ ഈ ഒരു വയസ്സ് വരെ ഞാൻ അവൾക്ക് ഹിമാലയയുടെ ബേബി സോപ്പാണ് കേട്ടോ യൂസ് ചെയ്തിരുന്നത്. ഞാൻ വൺ ടൈം സെബാമെഡ് യൂസ് ചെയ്തിരുന്നു. പക്ഷെ സെബാമെഡ് എന്തോ എനിക്ക് അത്ര നല്ലതായിട്ട് തോന്നിയിട്ടില്ല. വേറെ ഒന്നുമല്ല, അതിങ്ങനെ പ്ലീ ആവുന്ന പോലെ എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ഇപ്പോൾ ഒരു വയസ്സ് കഴിഞ്ഞപ്പോഴത്തേക്കിനുമാണ് ഞാൻ നമ്മൾ സാധാ ഏതാണോ യൂസ് ചെയ്യുന്നത് അത് തന്നെയാണ് അവൾക്ക് യൂസ് ചെയ്യുന്നത്. സാധാ സോപ്പാണ് അവൾക്ക് യൂസ് ചെയ്യുന്നത്. ഞാൻ പറയുന്നു നേരത്തെ പോലെ തന്നെ അവൾക്ക് നമ്മുടെ അഡൾട്ടിന് യൂസ് ചെയ്യുന്ന സോപ്പ് യൂസ് ചെയ്തിട്ട് കുഞ്ഞിന് റിയാക്ഷനോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. അതുപോലെ ആവണമെന്നില്ല എല്ലാ കുഞ്ഞുങ്ങളുടെയും സ്കിൻ ടൈപ്പ്. അപ്പം നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഏതാണോ ബെറ്റർ എന്ന് തോന്നുന്നത് നിങ്ങളത് യൂസ് ചെയ്യുക. അപ്പം ചാരുവിൻ്റെ സ്കിൻ കെയർ എന്നൊക്കെ പറയുന്നത് ഇത്ര തന്നെയുള്ളൂ. അല്ലാതെ ഞാൻ പ്രത്യേകിച്ച് കെയറോ കാര്യങ്ങളോ അല്ലാതെ ചിലവർ ഞാൻ കണ്ടിട്ടുണ്ട് ഈ നാൽപ്പാമരാതി എണ്ണയൊക്കെ കുഞ്ഞുങ്ങൾക്ക് തേച്ച് കൊടുക്കുന്ന നല്ലതാണ് കേട്ടോ. അതൊക്കെ നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ ഞാനൊരു ടൈമിൽ ദാസൂത്രയുടെ ബേബി മസാജ് ഓയിൽ യൂസ് ചെയ്തിരുന്നു. അതും നല്ലതാണ്. നമ്മുടെ ചാരുവിൻ്റെ സ്കിൻ കെയർ റൊട്ടീൻ എന്നൊക്കെ പറയുന്നത് ഇത്ര തന്നെയുള്ളൂ. പ്രത്യേകിച്ച് ഞാൻ അവൾക്കായിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാറില്ല. സാധാരണ നമുക്ക് എന്തൊക്കെയാണോ യൂസ് ചെയ്യുന്നത് അത് തന്നെയാണ്. പിന്നെ എക്സ്ട്രാ ആയിട്ട് ഈ ലോഷനും ബേബി ക്രീമും യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇനി എങ്ങനത്തെ വീഡിയോസ് ആണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ അങ്ങനത്തെ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ചാരു ചാച്ച പറ, ഉമ്മ കൊടുക്ക്. ബൈ ബൈ. ചാരു ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. ചാച്ചാ.